അമ്മ സിംഹത്തിനെ കാണിച്ചമ്മോ. എന്റെ സിംഹം ഗർഭിണിയാണ്. ഹലോ കണ്ട എല്ലാരും. ഞാൻ റൈഡർ ആയിരുന്നില്ല ചേട്ടാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരെ. അതെന്തിനാ മയിലിനെ കാണിച്ചേ? ചേച്ചി ഇച്ചിരി ചോറ് തരൂ. എല്ലാരും ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇല്ലേ, എന്റെ വീട്ടിൽ നിന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് അടുക്കള കാണാൻ വന്ന ചടങ്ങാട്ടോ. നമ്മള് പണ്ട് മുതലേ ചെയ്യണ കാര്യങ്ങളാണല്ലേ, അലമാരി കൊണ്ടുപോക്ക്, അടുക്കള കാണല്, ഇതൊക്കെ നമ്മുടെ കല്യാണത്തിനോട് റിലേറ്റ് ചെയ്ത് നമ്മളുടെ ഓരോ കസ്റ്റമിലുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മളും അതിന് യെസ് ഒക്കെ പറഞ്ഞ് അവരുടെ സന്തോഷത്തിന് എല്ലാരും കൂടി കൂടുന്ന ഒരു ദിവസം ആഘോഷിക്കുക, അത്ര ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് ആഘോഷിക്കുക. പിന്നെ എന്റെ വീട്ടുകാർക്ക് അനന്തുവിന്റെ വീട്ടുകാരെ കൂടുതലൊന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഈവൻ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും അങ്ങനെ ഒന്നും എല്ലാവരും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ റിലേറ്റീവ്സിനും നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും കൂടി എന്റെ വീട്ടുകാർ, അനന്തുവിന്റെ വീട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലുള്ള ദിവസമാണെന്ന്. അപ്പോ അതിനുവേണ്ടി കുറച്ച് റെഡി ആവണം ആദ്യം തന്നെ. അതുപോലെ തന്നെ എന്താ പറയാ, ഭയങ്കര ഫീലും പറഞ്ഞിട്ട് കേട്ടോ. എല്ലാവരും കൂടി കാണാൻ പോണു, സംസാരിക്കാൻ പോണു, ഒരു പ്രത്യേക ഫീല്. അമ്മേനെ കാണാം, ഭയങ്കര രസം. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ആക്നെ സ്കാർ, സൺ എക്സ്പോഷർ, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം സ്കിന്നിൽ പിഗ്മെന്റേഷനോ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കാരണമാവും കേട്ടോ. മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക പ്രൊഡക്ട്സും തന്നെ ഇതെല്ലാം കുറയ്ക്കുമെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഡാമേജ് ആക്കാനും അതുപോലെ തന്നെ ഡ്രൈ ആക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്കിന്ന് ഡ്രൈ ആക്കാത്ത നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ്. വിസിബിളി ഡാർക്ക് സ്പോട്ടിനെ റെഡ്യൂസ് ചെയ്യും, ബ്ലെമിഷസ് കുറയ്ക്കും. ഇത് സ്വരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോട്ടന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ടർമറിക്കിൽ നിന്ന് ലിക്കോറൈസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഫേസ് വാഷ് ഇല്ലേ, സ്പോട്സിനെ ക്ലിയർ ചെയ്യും. ഫേസും നെക്ക് നന്നായിട്ട് മോഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു എമൗണ്ട് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് നമുക്ക് ജെന്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം സർക്കുലർ മോഷനിൽ. ഇത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പാഡർ ചെയ്ത് കൊടുക്കണം. ഇതില്ലേ ഡെയിലി 2 പ്രാവശ്യം യൂസ് ചെയ്യാട്ടോ, നല്ല റിസൾട്ട്സിന് വേണ്ടിയിട്ട്. ബെറ്റർ റിസൾട്ട്സിന് വേണ്ടിയിട്ട് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സും കൂടി യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. മറ്റുള്ള ടർമറിക് ബേസ്ഡ് പ്രൊഡക്ട്സ് പോലെ ഇല്ലേ സ്കിന്ന് സ്റ്റെയിൻ ആക്കില്ല കേട്ടോ. പ്രൊഡക്റ്റ് ഇല്ലേ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പിന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആസ് യൂഷ്വൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രീക്കും ഉണ്ടാവട്ടെ എപ്പോഴും. ഇവൻ റിസപ്ഷൻ എന്തിനാണ് 4ാം കല്യാണത്തിന് കേട്ടോ. 4ാം കല്യാണത്തിന് സാരി ഉടുപ്പിച്ച് ഇവരെല്ലാരും കൂടിയിട്ടാണ് എന്റെ കുടുംബത്തിലെ സാരി ഉടുപ്പിച്ചു അല്ലേ. ഇനി ഇവളാണ് ഇങ്ങനെ സാരി കുടിപ്പിച്ചിട്ട് നമ്മള്. ഏതാടാ? ശ്രീത മേക്കപ്പ് ആർട്ടിസ്റ്റ്. ചേടത്തി അമ്മ നാത്തൂന് പ്രമോഷൻ കൊടുക്കണം ചാനലിൽ കൂടി. അപ്പൊ കണ്ടത് ഡ്രൈപ്പ് ചെയ്ത് തരും കേട്ടോ. എനിക്ക് ഈ ദുപ്പട്ട ഡ്രൈപ്പ് ചെയ്ത് തരുവാണ്. എല്ലാരും വരാനായിട്ടുണ്ട്. എനിക്ക് പയ്യെ ഒരുങ്ങണം. കാരണം ഇനി മുഖത്ത് ചെയ്യാനുള്ള സാധനങ്ങളില്ലേ, അത് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഈ സാധനങ്ങളെല്ലാം ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി എന്നുള്ളതാണ്. ഇന്നലെ പോയതാട്ടോ. മറന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ചേച്ചിനോട് ചോദിക്കണം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ചേച്ചിയുടെ ഇന്ന് പോയി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കണം. അപ്പൊ ഈ ബാക്കിയും കൂടി വേഗം ഒരുങ്ങണം. ഞാൻ ഡ്രൈപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് എല്ലാവരുടെ ഇടയിൽ കൂടി ഓടി നടക്കട്ടെ. ഫ്രണ്ട് വന്നടാ. ഹലോ, ഒരു ഹലോ തരോ, ഒരു ഹലോ തരോ. ഹലോ ഹലോ ഹലോ. ഈ ഒരു ധാവണി ആട്ടോ ഞാൻ ഇടണേ. ധാവണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ദുപ്പട്ട, അതുപോലെ തന്നെ ഇതൊരു സാരിയുടെ ബ്ലൗസ്, ഇതൊരു സ്കേർട്ട് ഇട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി കുറച്ച് ആന്റിക്കിന്റെ ജ്വല്ലറിയും കൂടി ഇട്ട് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിക്കാം, ജ്വല്ലറി ആയിട്ട്. ഇത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കോയിന്റെ വളയാട്ടോ. കൂടെ തന്നെ ഈ ഒരു കോയിന്റെ ഡിസൈൻ വരണ ഈ ഒരു മാലയും അതുപോലെ തന്നെ ഈ കമ്മലും, ഈ ഒരു സെറ്റ് നമുക്ക് ഇടാം കേട്ടോ ഇന്ന്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. കെട്ടിയോ എനിക്ക് വായി വെച്ചോ നോക്കി സ്നേഹമുള്ള കെട്ടിയോ. അപ്പം കടലേ ഞാൻ ഒരുങ്ങാനായിരുന്നു കേട്ടോ. ഒന്നും കഴിച്ചു. അപ്പൊ അനന്ത് കഴിക്കാൻ പോയപ്പോ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നല്ലേ. നീ ഉണ്ടില്ലെങ്കിലും നിന്റെ ഭാര്യയെ കൂട്ടണം എന്നാണല്ലോ ചൊല്ല്.
വന്നിട്ട്? എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നോട്ടോ, എല്ലാരും അകത്തേക്ക് പോയിട്ടുണ്ട്. ആകെ ഒരു കലപില ബഹളോട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ വൈബ്. എനിക്ക് ഇങ്ങനെ ഒച്ചപ്പാട് ബഹളമൊക്കെയുള്ള വൈബ് ഇഷ്ടം. സൈലന്റ് മോഡിനെക്കാളും അങ്ങോട്ട് ചെല്ലട്ടെ. ഇതില് 2-3 പേര് ആദ്യമായിട്ട് വരണ്ടായിരുന്നു. നമുക്ക് പൊക്ക എല്ലാരും. പൊതിഞ്ഞെടുക്കണ്ടേ ചേച്ചി? എടുക്കണം. ചേട്ടാ എന്ത് കശുവണ്ടി ആയില്? ഹലോ, എന്താ നീ ഇവിടെ ഉണ്ടായിരുന്നാണോ അമ്മു? ആ എഞ്ചു, നിനക്ക് കളിക്കാൻ കൂട്ടായില്ലേ? ആരാ ഇത്? അമ്മു ആണോ? ഇതാരാടാ? ഇതാരാ? കണ്ണപ്പൻ കുഞ്ഞാണോ ഇത്? അടുക്കള കണ്ട എല്ലാരും? ഒഫീഷ്യൽ അടുക്കളാണല്ലോ ചടങ്ങായിട്ട്. കണ്ടാ നിഖിലേട്ടാ? ക്യൂട്ട്നെസ് ഇടണോ നിഖിലേട്ടാ? റൊണാൾഡോനെ കാണിച്ചേ. റൊണാൾഡോനെ കാണിച്ചത് കണ്ടാ? ഞങ്ങളുടെ ഒരു ആഗ്രഹമാണല്ലോ. കണ്ട റൊണാൾഡോനെ കണ്ടാ നേരിട്ട്? കളി കണ്ടല്ലേ? കണ്ട ആരാധനയാണ്. കണ്ടല്ലേ? അബുദാബി പോയി കണ്ട? അജിത്തേട്ടാ, അളിയ, ഹലോ ഹലോ ഹലോ. എന്നെ അറിയാലോടെ എല്ലാവർക്കും. അജിത്തേട്ട എനിക്കതാ. അജിത്തേട്ട ചാമ്പയ്ക്ക അതല്ല, എനിക്കിതാ ചാമ്പയ്ക്കതാ. ഞങ്ങളുടെ ഇവിടെ ചാമ്പയ്ക്കന്മാരെ ഉണ്ടിട്ട്. ഇത് കണ്ട നിറയെ ഉണ്ട് ചാമ്പയ്ക്കയില്. പടിയടി തൂവെട്ടു വെണ്ണില തൂവെണ്ണില അച്ചു അച്ചു. അയ്യോ ചേച്ചി, അടുക്കള കാണാൻ വന്നല്ല, മാങ്ങ പൊക്കാൻ വന്നാന്ന് എനിക്കറിയാം. അതെ, മാങ്ങാവിയിൽ വെക്കാനല്ലേ? ഞാൻ ചേച്ചി അറിഞ്ഞില്ലല്ല. ഒരു റൗണ്ട് അമ്മയ്ക്കും സ്വീച്ചേട്ടനും കൊടുത്ത്. അനന്തു എന്ത് വിചാരിച്ച് സ്നേഹത്തോടെ അടുക്കള കാണാൻ വന്നേന്നാ? ചേച്ചി മാങ്ങ ഉറക്കാനാ വന്നത് എനിക്കറിയാം. ചേച്ചി മാങ്ങാവിയിൽ വെച്ചാ? വെച്ച്. ചേട്ടാ വെച്ചാ? വെച്ച്. ഒരുമിച്ച് വെച്ച്. ആ അല്ല, അങ്ങാരാണാവോ? ഇതില് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ ഈ മാവില്. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പറക്കുക, നല്ല ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ഹോബി. കണ്ട നമ്മുടെ ടീംസിന് എല്ലാരും ഇരുത്തി ഭക്ഷണം കൊടുക്കുവാട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഒരുമിച്ച് പറയൂ. സൂപ്പർ. പറയിപ്പിക്കണേ എന്തു? അണ്ട എല്ലാരും ഭക്ഷണം കഴിക്കണേട്ടോ. എന്തൊക്കെയാട്ടോ ഡിഷ് ഉണ്ടായിരുന്ന? ഓ വീട്ടിൽ നോക്കിട്ടൊന്നും മനസ്സിലാവണ. ബീഫ്, പയറ്, മീൻകറി, ചോറ്, ചിക്കൻ. അബി കൊള്ളാമോടാ? ചേച്ചി ഇച്ചിരി ചോറ് തരുമോ? മതി മതി മതി. ഇതെന്താ ചേച്ചി? മാങ്ങ അങ്കമാലി മാങ്ങാക്കറിയാണോ? അല്ല, കൊച്ചിയിലെ മാങ്ങാക്കറിയാണ്. ചിക്കൻ കറി. ഓക്കെ. ബീഫ്. എന്റെ പ്ലേറ്റ് നിറഞ്ഞിട്ടോ. പച്ചക്കറികൾ, അവിയൽ, കുറച്ച് മതി ചേച്ചി. ബീൻസ്, അച്ചിങ്ങയാണ്. അയ്യോ മാറിപ്പോയി. ഇല്ലല്ല, ട്രാവലറിന് അറിയാലോ. എന്റെ ഭർത്താവിനെ കറക്കണ. ഞാൻ വന്നിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ ചേട്ടനെ കാണാൻ കിട്ടുന്നില്ലല്ലോ? വീഡിയോ ആണ്. അനുചേട്ടൻ ഞാൻ പണ്ട് റൈഡറിനെ പോലെയൊക്കെ പോവാൻ നേരത്ത് എന്നെ വന്ന് സ്പീഡിൽ പിടിച്ചിട്ട് പയ്യപ്പൊടി എന്ന് പറയുന്ന ആളായിരുന്നു അല്ലേ? ഞാൻ റൈഡർ ആയിരുന്നില്ല അനുചേട്ടാ കോളേജിൽ പഠിക്കുന്ന സമയത്ത്? അതെ അല്ലേ? എന്താ എങ്ങനെ? അതെ, അജിത്തേട്ടനാട്ടോ തന്നെ റോട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുപോയത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചെന്നുള്ളതാണ്. നല്ല മീൻകറിയും നല്ല ചോറും അല്ലേ അമ്മ? അല്ലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേനെ കാണിക്കണമെന്ന് പറഞ്ഞില്ലേ? ഹായ് പറ. ഹായ് ഉഷാറായിട്ട് പറ. ഹായ്. അമ്മക്ക് ഞാൻ ഇട്ടേക്കണ പുതിയ പേരെന്താ? അത് പറ. ഞാൻ പിന്നെ റോക്കറ്റ് വേണോ നാട്ട വിളിക്കണം. നല്ല പേരല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടാ? അമ്മ ചില സമയത്തില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോയ്ക്ക് പൈസ കൊടുത്തോണ്ടിരുന്ന അപ്പൊ അമ്മ ഇവിടെ എത്തി വീട്ടില്. അതുപോലെ ഓരോ സ്ഥലത്തും അമ്മ ഇങ്ങനെ പറക്കും, അമ്മനെ കാണൂല. അപ്പൊ ഞാൻ ഇട്ട പേരാണ് അമ്മയ്ക്ക് റോക്കറ്റ് വേണോ എന്നുള്ളത്. ഇഷ്ടപ്പെട്ട പേര്. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചു. എല്ലാരും വരട്ടെ കേട്ടോ. ഒന്ന് എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവിടെ പോവാ. എവിടെ സുത്ത കാണിച്ചോട്ടെ? കുഞ്ഞമ്മയുടെ പൊന്നെ ആരാ? എങ്ങനെയുണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട്? എടി കാണൂല, വൈഡാണ്. എങ്ങനെയുണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട്? സൂപ്പറാണോ? നിങ്ങൾ ആദ്യമായിട്ട് വന്നല്ലേ?
അടുക്കള കാണാൻ വന്നിട്ടല്ലേ? നല്ലതാണോടാ? നീക്ക് ആദ്യം വന്നെയല്ലേ ഇവിടെ? മീന നീ ആദ്യമായിട്ടല്ലേ? നല്ലതാണോ? ഇഷ്ടപ്പെട്ട? മീൻകറിയെ കൂട്ടി ചോറ് കഴിച്ചാ? എന്താണ് ഒരു നാണം? എല്ലാരും ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ എന്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാരും. അതിന് മുന്നേ ഒരു കുഞ്ഞു സംഭവം ഉണ്ട്. കണ്ടാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്ക് പിള്ളേരുടെ ഇല്ല, അതായത് ഇവന്റെ ബർത്ത്ഡേ ആട്ടോ ഇന്ന്. മീനയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ട് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാരും കൂടി അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ടൻ ചായ ചിറ്റയുടെ വക അല്ലേ? നല്ലൊരു തീരുമാനം ചിറ്റ. ഹലോ, വീഡിയോ ആണ്, ഫോട്ടോ അല്ല, വീഡിയോ ആണ്. ഹലോ ചേച്ചിമാരെ, ആനന്ദൂടെ അമ്മയുടെ ചേച്ചിമാരാട്ടോ ഇത് അല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. സുഖമായിട്ടിരിക്കണ? കട്ടൻ ചായ കുടിച്ചാ? കട്ടൻ ചായ കുടിച്ചാ? ആണാ? അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാരും ഈ സ്മിത ചേച്ചിയുടെ നിർബന്ധപ്രകാരം പോണേട്ടോ. എന്താ പോയതാണിട്ട് ചേച്ചിയാണെന്ന് പോണം. ചുമ്മാട്ടാ, ചേച്ചി കൊച്ചിനെ വീട്ടിലിരുത്തിട്ട് വന്നേല്ലേ, വേഗം ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ എല്ലാരും പോവാ, എന്റെ വീട്ടിലെല്ലാരും കൊണ്ടുപോകണേ ചേച്ചി. ചുമ്മാ അമ്മയൊക്കെ പോവാൻ പോവാ. ബൈ. അമ്മ ഹായ് പറഞ്ഞു. നമ്മുടെ ഹായൊക്കെ മിസ് ചെയ്യാണ്. ഹായ്. കണ്ടോ ഇപ്പൊ ഇവിടെ ഉണ്ട് ഹൈ പവർ ഹായ് പറയാനല്ലേ? കണ്ടാ ഞാൻ ക്യാമറ ഒക്കെ എത്താതെ ഹായ്. അമ്മ പഠിച്ചല്ലേ? എന്റെ അമ്മ ഇങ്ങനെ തുടക്കം. അപ്പൊ ഇവരെല്ലാരും പോവാണ്. നമുക്ക് ഇവരോട് ബൈ പറയാം അല്ലേ ഷുട്ടു? എന്താണ് ബൈ പറയണോ? അമ്മ സിംഹത്തിനെ കാണിച്ചേ? അമ്മ എന്റെ സിംഹം ഗർഭിണിയാണ്. അപ്പൊ ഒന്ന് കാണിച്ചേ എങ്ങനെയാണെന്ന്. എങ്ങനെ കാണിച്ചേ? ഒന്ന് കാണിക്ക്. ആ, അതെന്തോ മയിലിനെ കാണിച്ചേ. നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ ചെയ്യാൻ മിമിക്രി? പള്ളിനെ കാണിച്ചേ. ചുമ്മാട്ടാ, കുഞ്ഞു പിള്ളേരുടെ അമ്മമാര് പറയില്ലേ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ. എല്ലാരും പോവാട്ടെ. സോക്ക് സങ്കടം വരുന്നുണ്ട് എനിക്ക് എപ്പോഴും. ഇങ്ങനെ ഇവിടെ വന്ന ആരിലും പോയിക്കാൻ എനിക്ക് വിഷമം. അപ്പൊ അതെ എല്ലാരും പോവാ. ബൈ. അമ്മാവന് ഞങ്ങള് പുതിയ പേരിട്ടേക്കണായിട്ട്, 2 കളറിലുള്ള താടിയുള്ള അമ്മാവൻ. എന്റെ അമ്മയെ ചോദിക്കണ. പക്ഷെ ചുള്ളനല്ലേ അമ്മ? നോക്ക് മുഖത്തോട്ട്. അതാണ് സർപ്രൈസ്. കൊള്ളായിരുന്നാ? ചാച്ചാ. അബി മറച്ചോടിക്ക്, ഇവിടെ തിരിച്ചോടിക്ക്. അബി വെള്ളി ചാച്ചാ. ചാച്ചാ ചാച്ചാ. ബൈ 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 ബൈ. അങ്ങനെ എന്റെ വീട്ടിലെല്ലാരും പോയിട്ടാ. ഇനിയിപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. എനിക്കറിയാട്ടോ ഓൾറെഡി എന്തൊക്കെ സാധനമാന്നുള്ളത്, കാരണം ഞാനും കൂടി പോയാണ് മേടിച്ചത്. ചിറ്റയ്ക്ക് നിർബന്ധം അല്ലേ, തുറന്ന് കണ്ടേ വെച്ചു. ഇപ്പൊ ചമ്മു എല്ലാരും പറ്റിക്കാൻ വേണ്ടി വെറുതെ കൂട്ടിലിട്ടുണ്ട് വന്ന ഓരോ സാധനം. പക്ഷെ കാണിച്ചിട്ടോ എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത്. കാണണോ? എല്ലാവരും പറയണേ തുറക്കൂളൂ. കാണണം. തുറക്കാലേ നമുക്ക്. എല്ലാരും പറഞ്ഞിട്ടാട്ടോ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് തുറന്ന് കാണിക്കാം. എനിക്കറിയാം എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി തുറക്കുവാട്ടോ ഞാൻ. എന്ത് സാധനമാണെന്ന് പച്ചക്കായിട്ട് കണ്ട ചിറ്റക്കായിരുന്നു കാണുന്നത്. ഇങ്ങനെയൊന്നും അല്ലടാ ചേച്ചി തല തിരിച്ചായി പോയി. തല തിരിച്ചാണോ? അമ്മൂട് കണ്ട കൊല്ലൂട്ട. അവള് ഇന്നലെ കഷ്ടപ്പെട്ടിരുന്ന് പാക്ക് ചെയ്തതാണതല്ല. ചേച്ചി പയ്യെ തുറക്കണേന്ന് പ്രത്യേകം പറഞ്ഞത് കണ്ടോ? ഇതിലെഴുതു കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. നമ്മള് സ്വീറ്റ്സും കൂടി കൊണ്ട കൊടുക്കണുണ്ട് അങ്ങനെ. അതെ, നല്ല
മുന്തിരിയുള്ള ലഡു കണ്ടോ. നെക്സ്റ്റ് ഐറ്റം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ആട്ടോ ഇത്. ഇതല്ല, ഇതിന്റെ ഉള്ളിലുണ്ട് സ്റ്റീമർ ആണ് ഇത്. ഓരോ പീസ് ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കണം. ക്ലോത്ത് സ്റ്റീം ചെയ്യണ സ്റ്റീമർ ഇല്ലേ, രണ്ടാ കാണിക്കൂ. അതിന്റെ ഇതിന്റെ ഉള്ളിലോട്ട് കണ്ടു കിടക്കുന്ന ഇതൊക്കെ ഇനി കൂട്ടിയെടുക്കണം. ഇനി ഇത് വേണ്ട വെറൈറ്റി പാക്കിങ്ങിലൊരു സാധനം. ഞാൻ ചിലവയാന്നോട്ടോ വിചാരിച്ചാൽ ചിലവല്ല, ഫാനാണ്. പബ്ജി കളിക്കുമ്പോ വെക്കില്ലേ നമ്മള്. ഒന്ന്, രണ്ട്, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? നൈക്കയിലും സെഫോറയിലും കേറിക്കൊണ്ട് മേക്കപ്പ് അൺബോക്സ് ചെയ്തോണ്ടിരുന്ന ഞാനിപ്പോ അൺബോക്സ് ചെയ്യണ ചട്ടിയും മട്ടിയും കാര്യങ്ങളും. ഇത് ഈ സാധനമല്ല, അല്ല ഇത് നില നടക്കാന്ന് തോന്നണ. ഇല്ല പറ്റിച്ചു ഗൈസ്. ആ ഇതേ അമ്മൂന്റെ അമ്മ തന്നതാ നിലവിളക്ക്. ഞാൻ ഈ വീടിന്റെ ഒരു നിലവിളക്കാവാൻ വേണ്ടി തന്നതാണ്ടാവും. ഇത്ര നേരം കാണിച്ചത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഫുൾ സ്വീറ്റ്സ് ആട്ടോ. അതേ മിക്സ്ചർ. ആ ഇത് കൊള്ളാട്ടോ. ഇങ്ങനെ പാക്കറ്റിലാകുമ്പോഴത്തേക്കും കൊടുക്കാൻ എളുപ്പമുണ്ട് കണ്ടോ. മിക്സ്ചർ അതുപോലെ കുറെ ഐറ്റംസ് ആട്ടോ. സ്വീറ്റ്സ് ആണ് കേട്ടോ മെയിൻലി. ഹൽവ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഹൽവ. അതുപോലെ വേറെന്തോ സാധനം. ഇത്രയൊക്കെ ഐറ്റംസ് ആണ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ ലഡുവും ജിലേബിയൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സീനാണ് കേട്ടോ ഇത്. ശ്രീകുട്ടി പണിയെടുക്കാം അങ്ങോട്ട്. അമ്മായി ആത്മാർത്ഥതയിലാണ് അലുവല്യണ. അവിടെ നുറുക്ക് അമ്മ ചിറ്റ കുഴലപ്പം എടുത്തോന്നല്ലേ. അവിടെ അൺബോക്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റിയാക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും കൂടി എല്ലാവരുടെയും വീട്ടിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്ന ഒരു ചടങ്ങാട്ടോ. കാരണം നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് നമ്മൾ അനന്തര വീട്ടിലെല്ലാവർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുത്തു വിടണം. അങ്ങനെ ഒരു ചടങ്ങാണ്. നിങ്ങൾ നോക്കി ഞാൻ ഭയങ്കര ടയേർഡായിട്ടോ. ഓൾറെഡി ഞാൻ ഇന്ന് ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കണ്ണു എഴുതി മുടിയും കെട്ടിയെന്ന് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാനില്ല ഇന്നലെ മേക്കപ്പ് ബോക്സ് എടുക്കാൻ മറന്നു. പിന്നെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ടൊന്നുമില്ല. കാരണം ഷൂട്ടിന് വേണ്ടി വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരും. അതിനിടയ്ക്ക് ഞാൻ മേക്കപ്പിന്റെ ഫുൾ പൗച്ച് അവിടെ വെച്ചിട്ടാണ് വന്നത്. ഒരു പൗച്ച് പോലും എന്റെ ബാഗിൽ ഉണ്ടായില്ല എന്നുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇന്നാണെങ്കിലും നിറച്ച് വൈബാട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ സൗണ്ടൊക്കെ എടുത്ത് ഭയങ്കര വൈബ് മൊത്തത്തിൽ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രസം ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ ഇപ്പോഴും കണ്ടോ ഒച്ച കേൾക്കാൻ നിങ്ങൾക്ക് അവിടെ ഇപ്പോഴും ഓരോന്നും ഇങ്ങനെ ഭാഗം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. കൊള്ളാലേ മൊത്തത്തിൽ. പിന്നെ ചൂടിട്ടോ, ഭയങ്കര ചൂടുണ്ട്. അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ഇതൊക്കെ ഒന്ന് ഊരി കളഞ്ഞാൽ മതിയെന്നായി ഇപ്പം. കാരണം അനന്തു ഓൾറെഡി ഇതൊക്കെ ഊരി ബനിയനൊക്കെ ഇട്ട് ഇപ്പൊ അവിടെ കൂടി ഓരോ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നടക്കണ്ട കേട്ടോ. അപ്പോ നമുക്ക് നെക്സ്റ്റ് പീരിയഡ് കണ്ടാലോ. ഇനി ഇതുപോലത്തെ കാഷ്വൽ വ്ളോഗ്സ് ഒക്കെ വേണമെന്ന് പറയണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പീരിയഡ് കാണാം. അതുവരേക്കും ബൈ.